നാവിഗേറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴും ആലി ചാടിക്കുത്തിലെ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലാണ്. ആദ്യ 2 ഭാഗങ്ങളും കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഏറെ ഉത്തമം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടത്തിനടിയിലേക്ക് ഞാൻ ഗിംബലുമായിട്ട് പോയതുകൊണ്ട് ഇപ്പോഴാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നത്. ഗിംബൽ എൻ്റെ ചെറുതായൊന്ന് പണിമുടക്കി. ഇനിയെല്ലാം ഗിംബലില്ലാതെ വേണം ഷൂട്ട് ചെയ്യാൻ. നമ്മൾ കാട്ടിലൂടെയും കുന്നും മലയും കയറി തന്നെയുള്ള യാത്രയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡിലും നമ്മൾ ആ അരുവിയിലൂടെ യാത്രയായിരുന്നെങ്കിൽ ഇത്തവണ പക്ക കാട്ടിലൂടെയുള്ള യാത്രകളാണ്. പക്ഷേ ഇതിലൂടെ പോകുമ്പോഴുള്ള പ്രധാന പ്രശ്നം നമ്മൾ നേരിടുന്നത് കൃത്യമായിട്ടുള്ളൊരു വഴിയില്ല. ആകെ അറിയാവുന്നത് അങ്ങ് അകലെയായിട്ട് വെള്ളച്ചാട്ടമുണ്ടെന്നുള്ള അറിവ് മാത്രമാണ്. അതെങ്ങനെയുണ്ടെന്നോ കാണുവാൻ എങ്ങനെയാണെന്നോ യാതൊരു ധാരണയുമില്ലാതെയാണ് നമ്മുടെ യാത്ര. കൂടാതെ ഈ യാത്രയിൽ പലപ്പോഴും നമ്മൾ വഴി തെളിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇന്ന് എൻ്റെ സുഹൃത്താണ് എൻ്റെ നാവിഗേറ്റർ. എന്തായാലും നമ്മൾ പോകുമ്പോൾ പലപ്പോഴും പുതിയ വഴികളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ തെന്നി വീഴുന്നുണ്ട്. എന്തായാലും കുറേ ദൂരം നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരിടത്ത് നമുക്കൊന്ന് അല്പം വിശ്രമിക്കാമെന്നായി. നമ്മൾ നടന്നു വന്ന ആ അരുവി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എന്തായാലും അവിടുത്തെ വിശ്രമത്തിന് ശേഷം നമ്മളെക്കാൾ വലിയ പൊക്കമുള്ള പുല്ലുകൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര. ഇവിടെയും നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം കൊതുകിനെ പോലുള്ള കുറേ പ്രാണികൾ നമ്മളെ ആക്രമിക്കുന്നുണ്ട്. ഒപ്പം പുല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉരയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളും ഉണ്ട് ഇപ്പോൾ നിലവിൽ. എന്തായാലും പുല്ലുകൾക്കിടയിലൂടെയുള്ള നടത്തം എത്തിച്ചേർന്നത് ഞങ്ങളെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വശത്തായിരുന്നു. ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ജാങ്കോ, ഞങ്ങൾ പെട്ടു. കാരണം ഞങ്ങൾ നിൽക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിലെ ഒരു സൈഡിലാണ്. വെള്ളച്ചാട്ടത്തിനെ കാണണമെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുകയോ ചെയ്യണം. ഇനി എന്തായാലും മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ പുതിയ വഴി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ശ്രമമാണ്. പക്ഷേ ചെന്നപ്പോൾ മനസ്സിലായി അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങണമെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളിനി പുതിയൊരു വഴിയിലൂടെ കണ്ടെത്തിയേ പറ്റൂ. എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യ കാഴ്ച ഇങ്ങനെയായിരുന്നു. വലിയ പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം. അതും ഒരു സ്ലോ മോഷൻ പോലെ താഴേക്ക് പതിക്കുകയാണ്. എന്തായാലും ആ വെള്ളച്ചാട്ടത്തിന് കാണണമെങ്കിൽ ഞങ്ങൾക്ക് താഴെ ഇറങ്ങിയേ പറ്റൂ. താഴേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി ഞങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സൈഡിലുള്ള പാറയിലൂടെ അള്ളിപ്പിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ താഴെ എത്താമെന്ന്. പിടിവിട്ടാൽ ഞങ്ങൾ ചെന്ന് പതിക്കുന്നത് താഴെയുള്ള മുൾക്കാട്ടിലേക്കായിരിക്കും. ആ ഒരു ഭീതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ആദ്യം ഇറങ്ങി, ഒപ്പം ഞാനും. എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് പാറകൾക്കിടയിലൂടെ ചെറിയ വിടവിലൂടെ അള്ളിപ്പിടിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. പണ്ടെന്നൊക്കെയോ പോയ ട്രക്കിങ്ങുകളുടെ അനുഭവ സമ്പത്ത് കൊണ്ടാണ് താഴേക്ക് ഇറങ്ങാനുള്ള തീരുമാനം ഞങ്ങളെടുത്തത്. എന്തായാലും താഴെ എത്തി മുൾക്കാടിനിടയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. എന്തായാലും ഒരു വിധേന ഞങ്ങൾക്ക് പുറത്തെത്താൻ സാധിച്ചു. പുറത്തെത്തിയപ്പോൾ വീണ്ടും അടുത്തൊരു പ്രശ്നം ഉടലെടുക്കുകയാണ്. ആ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് പോകണമെങ്കിൽ വീണ്ടും പാറക്കെട്ടിലൂടെ തന്നെ നടന്നു പോകണം. പക്ഷേ പാറ അത്ര സ്മൂത്ത് അല്ലാത്തതുകൊണ്ടും വെള്ളമൊഴുകി ചെറിയ വഴുക്കലുള്ളത് കൊണ്ടും നിലവിൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ പാറയിലൂടെ ഉള്ളത് യാത്ര റിസ്ക്കാണ്. പലപ്പോഴും മുകളിലേക്ക് കയറുന്നതിനേക്കാളും ഇരട്ടി സ്പീഡിലാണ് ഞങ്ങൾ താഴെ എത്തിയത്. എന്തായാലും അരുവി തന്നെയാണ് ഞങ്ങൾക്ക് ശരണം. അതിലൂടെ കുറച്ചു നേരം പോയതിനു ശേഷം പണ്ട് മുട്ടിലെഴിഞ്ഞ് പോയ പോലെ ഞങ്ങളിവിടെയും പോകേണ്ടി വന്നു. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ വെള്ളച്ചാട്ടത്തിന് അരികിലെത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ചെന്നപ്പോൾ ഇതാണ് കാഴ്ച. ഏറെ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വലിയൊരു വെള്ളച്ചാട്ടം. വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ലായിരുന്നു. ഇപ്പം മഴക്കാലമല്ലാത്തതുകൊണ്ടും വെള്ളമില്ലാത്തതുകൊണ്ടുമാണ് അരികിലേക്ക് എത്താൻ സാധിച്ചത്. എന്തായാലും സുഹൃത്തിന് വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് ചെല്ലണം എന്നുള്ള ആഗ്രഹം.
അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പേർട്ടാണ്. ഇതുപോലുള്ള സാഹസികമായിട്ടുള്ള ട്രക്കിങ്ങുകളും ഒക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും അടുത്തേക്ക് ചെല്ലുന്നു. എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ആ റിസ്കിന് ഞാൻ മുതിർന്നില്ല. ഏറെ കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം. പലപ്പോഴും പാറകളിലൂടെ സ്പൈഡർമാനെ പോലെ പിടിച്ച് തൂങ്ങി വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. പാറകൾക്കിടയിലുള്ള വെള്ളത്തിന് ആഴം കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു ഗർത്തമാണ്. അപ്പോൾ അതിലെല്ലാം സൂക്ഷിച്ചു വേണം നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലുവാനായിട്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും അതിന് ശ്രമിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിനെയാണ്. കാരണം ദൂദ്സാഗറിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെയും ദൃശ്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. ആ ഫ്രെയിം ഇതേപോലെ തന്നെയുണ്ട്. ദൂദ്സാഗറിനെ കുറിച്ചുള്ളൊരു വ്ളോഗ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്, കാണാൻ മറക്കല്ലേ. എന്തായാലും ആ വെള്ളച്ചാട്ടം നല്ല ഹൈറ്റിൽ നിന്ന് പതിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വെള്ളത്തുള്ളികൾ നമ്മുടെ ക്യാമറയിലും പതിക്കുന്നുണ്ട്. പലപ്പോഴും എൻ്റെ ക്യാമറയുടെ ലെൻസ് എനിക്ക് വൈപ്പ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അതിനടുത്തേക്ക് ചെല്ലുക എന്നുള്ളത് സാഹസികമാണ്. അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുക എന്നുള്ളത് അതിലേറെ സാഹസികമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെള്ളമുണ്ടായിരുന്നെങ്കിൽ എത്ര ഭീകരതയായിരുന്നേനെ, അതോടൊപ്പം തന്നെ എത്ര മനോഹരവുമായിരുന്നേനെ അല്ലെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം. ഇതേപോലൊരു വലിയൊരു വെള്ളച്ചാട്ടം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഐസ്ലാൻഡിലുള്ളൊരു വെള്ളച്ചാട്ടമാണ്. പലപ്പോഴും പല വീഡിയോയിലൂടെ നമ്മൾ കണ്ടുപോയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരിക്കാം അത്. 3 വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞതാണ് ഈ പറയുന്ന ആലിച്ചാടിക്കുത്ത് എന്ന് പറയുന്നത്. നമ്മളിന്ന് 3ാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരികെ ഞങ്ങൾ വന്ന അത്രയും ദൂരം ഞങ്ങൾക്ക് തിരികെ നടക്കണം. അങ്ങകലെ കാണുന്ന മലകളെല്ലാം താണ്ടി വേണം ഞങ്ങൾക്ക് പോകുവാൻ. നമ്മൾ കയറിപ്പോയ 1ാമത്തെ വെള്ളച്ചാട്ടവും 2ാമത്തെ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് പിന്നോട്ട് പോരുകയാണ്. ഇനിയും നമുക്ക് അടുത്ത യാത്രയിൽ കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം, ഞാൻ ഷിനീദ്, ദ നാവിഗേറ്റർ.